നമസ്കാരം. യാത്രാലഹരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് ഹിമാചൽ പ്രദേശിലേക്കാണ്. ഹിമാചൽ പ്രദേശിൽ തിർത്തൻ വാലിയിലുള്ള കുറച്ച് ഉൾഗ്രാമങ്ങളെ നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയിരുന്നു. ബാഹു, സിർട്ടി, സേരി തുടങ്ങിയ ഗ്രാമങ്ങൾ. അതുപോലെ തന്നെ തിർത്തൻ വാലിയിലുള്ള മറ്റൊരു ഉൾഗ്രാമമായ ഹിഡോ ഗ്രാമത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. മറ്റൊരു പ്രത്യേകത, ഗ്രാമത്തിൽ ഇന്ന് ഫാഗുലി ഉത്സവമാണ്. ഗ്രാമത്തിലെ ഉത്സവ കാഴ്ചകളിലേക്ക് പോകാം. എല്ലാവർക്കും യാത്രകളുടെ ഈ ലഹരിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഹിമാചലിലെ തിർത്തൻ വാലിയിലേക്കാണ് ഈ യാത്ര. ചണ്ഡീഗഡ് മണാലി ഹൈവേയിൽ 200 കിലോമീറ്റർ പിന്നിടുമ്പോൾ ഓട്ടണലുണ്ട്. തുരങ്കത്തിലേക്ക് കയറാതെ തുരങ്കത്തിന് മുൻപിലൂടെ വലത്തേക്ക് തിരിഞ്ഞാണ് തിർത്തൻ താഴ്വരയിലേക്ക് എത്തേണ്ടത്. കഴിഞ്ഞ 15 വർഷത്തെ എൻ്റെ യാത്രാ ജീവിതത്തിൽ 95% യാത്രകളും ഒറ്റയ്ക്കായിരുന്നു. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. പക്ഷേ ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കൂടെ സുഹൃത്തായ ഫാരിസുമുണ്ട്. യാത്ര പോകുമ്പോൾ വിളിക്കാത്തതിന് പരാതി പറയാറുള്ള സുഹൃത്തുക്കളോട് അടുത്ത തവണ ഉറപ്പായും വിളിക്കാം എന്നൊരു വ്യാജ വാഗ്ദാനം നൽകി ഞാൻ പറ്റിക്കാറുണ്ട്. അങ്ങനെ ഞാൻ പറ്റിച്ചിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളും എന്നോട് ക്ഷമിക്കുക. ഇത്തവണ പറ്റിക്കപ്പെട്ടത് ഞാനാണ്. സംസാരത്തിനിടയിൽ എൻ്റെ യാത്രാ വിവരങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി ഞാൻ പോകുന്ന ട്രെയിനിൽ ഞാൻ അറിയാതെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് എനിക്ക് സർപ്രൈസ് തന്ന് കൂടെ കൂടിയതാണ് ഈ കക്ഷി. മുൻപ് കാശ്മീർ യാത്രയിലും ഇതുപോലൊരു പണി എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ഞാൻ തിരിച്ചൊരു പണി കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വീഡിയോയുടെ അവസാനം കാണാം. പൊതുജന താൽപ്പര്യാർത്ഥം മറ്റൊരു കാര്യം കൂടി അറിയിക്കാനുണ്ട്. ഫാരിസിൻ്റെ തോളിൽ തലചായ്ച്ചു കൊടുക്കുന്ന ആൻറ്റിയുമായി എനിക്കോ ഫാരിസിനോ യാതൊരു ബന്ധവുമില്ല എന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തുന്നത് വരെ ആ അമ്മച്ചിക്ക് ഉറങ്ങാനായി തൻ്റെ ഷോൾഡർ നൽകിയ ഫാരിസിൻ്റെ നല്ല മനസ്സ് ആരും കാണാതെ പോരുത് എന്നതുകൊണ്ട് മാത്രമാണ് ഇത് പറയുന്നത്. അല്ലാതെ 2 വീടുകളിൽ കുടുംബകലഹമുണ്ടാവും എന്ന് കരുതിയിട്ടൊന്നുമല്ല. ഇത് 5ാമത്തെ തവണയാണ് ഞാൻ തിർത്തൻ താഴ്വരയിലേക്ക് എത്തുന്നത്. എന്തുകൊണ്ട് തിർത്തനിലേക്ക് പോകുന്നു എന്ന് ചോദിച്ചാൽ വ്യക്തമായൊരു ഉത്തരമില്ല. പാർവതി വാലിയിലുള്ള കസോൾ അടക്കമുള്ള സ്ഥലങ്ങൾ ടൂറിസ്റ്റുകളെ കൊണ്ട് തിങ്ങി നിറയുമ്പോൾ തിർത്തൻ വാലിയിലെ പല സ്ഥലങ്ങളിലും ടൂറിസം ഉയർന്നു വരുന്നതേയുള്ളൂ. യഥാർത്ഥ ഹിമാലയൻ ഗ്രാമഭംഗി ആസ്വദിക്കണമെങ്കിൽ ധൈര്യമായി തിർത്തനിലേക്ക് വരാം. തിർത്തൻ നദി സമ്പുഷ്ടമാക്കിയ തീരങ്ങളാണ് ഇത്. ആപ്പിളാണ് ഈ ഗ്രാമങ്ങളിലെ പ്രധാന കൃഷി. തിർത്തൻ താഴ്വരയിലെ പ്രധാന പട്ടണമാണ് ബഞ്ചാർ. ഓട്ടിൽ ഒരു ദിവസം തങ്ങിയ ശേഷം രാവിലെയാണ് ബഞ്ചാറിലേക്ക് പുറപ്പെട്ടത്. ഓട്ടിൽ നിന്നും ബഞ്ചാറിലേക്ക് 30 കിലോമീറ്ററാണ് ദൂരം. തിർത്തൻ താഴ്വരയിലെ ചെറുതും വലുതുമായ 100 കണക്കിന് ഗ്രാമങ്ങളിലേക്കുള്ള ബസ്സുകളും ഷെയറിംഗ് വാഹനങ്ങളും കിട്ടുന്നത് ബഞ്ചാറിൽ നിന്നാണ്. 8 മണിയോടെ ബഞ്ചാറിലെത്തിയപ്പോഴേക്കും ഞങ്ങൾക്ക് പോവേണ്ട ജിബിയിലേക്കുള്ള ബസ് തയ്യാറായി നിൽപ്പുണ്ടായിരുന്നു. ബഞ്ചാറിൽ നിന്നും 10 കിലോമീറ്റർ ദൂരമാണ് ജിബിയിലേക്ക്. ഇതാണ് അനന്ത ഹോം സ്റ്റേ. ജിബിക്കടുത്തുള്ള ഗഡാഗുഷൻ എന്ന ഗ്രാമത്തിലാണ് ഈ ഹോം സ്റ്റേ. ഇവിടെയാണ് ഇന്ന് ഞങ്ങളുടെ താമസം. ഹിമാചൽ സ്വദേശിയായ കിഷോർ റാണ എന്നയാളുടെയാണ് ഈ ഹോം സ്റ്റേ. ബാഹു ഗ്രാമത്തിൽ മലയാളിയായ ജോൺസൺ നടത്തിയിരുന്ന ഹോം സ്റ്റേയെക്കുറിച്ചുള്ള വീഡിയോ നേരത്തെ ചെയ്തിരുന്നു. ആ പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥനാണ് കിഷോർ റാണ. അന്നു മുതലുള്ള പരിചയമാണ് ഇദ്ദേഹവുമായി. അനന്ത ഹോം സ്റ്റേയുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇതാണ് മുറിയിൽ നിന്നുള്ള കാഴ്ച. മലമുകളിൽ ധാരാളം ഹിമാലയൻ ഗ്രാമങ്ങൾ കാണാം. ഇന്ന് 2 സ്ഥലത്തേക്കാണ് ഞങ്ങൾക്ക് പോവേണ്ടത്. ആദ്യം ജലോരി പാസിലേക്കും അവിടെ നിന്നും മലമുകളിലെ ഹിഡോ ഗ്രാമത്തിലേക്കുമാണ് ഇന്നത്തെ യാത്ര. ഗ്രാമത്തിൽ പലയിടത്തും മഞ്ഞ് വീണെടുക്കുന്നത് കാണാം. ദിവസങ്ങൾക്ക് മുൻപ് വീണ മഞ്ഞാണ്. ഇതുവരെ ഉരുക്കി തീർന്നിട്ടില്ല. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ കനത്ത മഞ്ഞുവീഴ്ചയായിരിക്കും ഇവിടെ. പക്ഷേ ഇത്തവണ വളരെ കുറച്ച് ദിവസങ്ങളെ മഞ്ഞുവീഴ്ച ഉണ്ടായിരുന്നുള്ളൂ. നടന്നെത്തിയത് ജിബിയിലെ കുസുമ ദീദിയുടെ കടയിലേക്കാണ്.
ദീദിയെയും ഈ കടയെയും പഴയ ഹിമാചൽ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ദീദി ആലു പൊറോട്ട ഉണ്ടാക്കുന്ന തിരക്കിലാണ്. എനിക്ക് ഒനിയൻ പൊറോട്ടയും ഫാരിസിന് ആലു പൊറോട്ടയുമാണ് ഓർഡർ ചെയ്തത്. ചെറുതായി അരിഞ്ഞ സവാളയിൽ മസാലകൾ ചേർത്ത് ചപ്പാത്തി മാവിനുള്ളിൽ വെച്ച് വീണ്ടും പരത്തിയെടുക്കുന്നതാണ് ഒനിയൻ പൊറോട്ട. വെണ്ണ പുരട്ടി വേവിച്ചെടുക്കുന്ന ഒനിയൻ പൊറോട്ട എൻ്റെ ഇഷ്ട വിഭവങ്ങളിൽ ഒന്നാണ്. അതുപോലെ തന്നെ സവാളയ്ക്ക് പകരം ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചാണ് ആലു പൊറോട്ടയും ഉണ്ടാക്കുന്നത്. തിരുത്തനിലേക്ക് എത്തുമ്പോൾ, പ്രത്യേകിച്ചും ഈ വഴി പോകുമ്പോഴൊക്കെ ഒരു ചായ കുടിക്കാനായി മാത്രമെങ്കിലും ഈ കടയിൽ കയറാറുണ്ട്. ചിരിച്ചുകൊണ്ടല്ലാതെ ദീദിയെ കണ്ടിട്ടില്ല. നല്ല ഭക്ഷണത്തോടൊപ്പം സ്നേഹം കൂടി ചേർത്താണ് അവർ വിളമ്പുക. ജിബിയിൽ നിന്നും ഗിയാഗിലേക്ക് പോകുന്ന പ്രധാന റോഡിൻ്റെ അരികിൽ തന്നെയാണ് ഈ കട. കടയ്ക്ക് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. ഞാൻ ഒട്ടും തന്നെ ഭക്ഷണപ്രിയനല്ലാത്തത് ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്ന കാര്യത്തിൽ എനിക്കൊരു വെല്ലുവിളിയാണ്. പക്ഷേ ഇത്തവണ ഫാരിസിലൂടെ അത് പരിഹരിക്കപ്പെടും എന്നാണ് പ്രതീക്ഷ. പൊറോട്ട റെഡിയാകുമ്പോഴേക്കും ഞങ്ങൾക്ക് കഴിക്കാനായി ദീദി സിഡ്ഡു കൊണ്ടുവന്നു. ഫാരിസ് ഇതുവരെ സിഡ്ഡു കഴിച്ചിട്ടില്ല. ദീദി സിഡ്ഡു ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ നേരത്തെ ചാനലിലൂടെ കാണിച്ചിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർക്കായി പ്രധാന ഭാഗങ്ങൾ മാത്രം ഒരിക്കൽ കൂടി കാണിക്കുകയാണ്. ഗോതമ്പ് മാവിനുള്ളിൽ മസാലകൾ ചേർത്ത ഉരുളക്കിഴങ്ങ് നിറച്ച് ആവിയിൽ വേവിച്ചെടുക്കുന്ന പലഹാരമാണ് സിഡ്ഡു. പഹാഡികൾ എന്ന മലയോരവാസികളുടെ പ്രാദേശിക വിഭവമാണ് ഇത്. അച്ചാറോ ചട്നിയോ കൂട്ടിയാണ് ഇത് കഴിക്കുന്നത്. ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങി കുറച്ച് ദൂരം നടന്നപ്പോഴേക്കും ഞങ്ങൾക്കൊരു ഷെയറിംഗ് കാർ കിട്ടി. ജലോരി പാസിലേക്ക് 13 കിലോമീറ്ററാണ് ജിബയിൽ നിന്നുള്ള ദൂരം. അഞ്ച് കിലോമീറ്റർ അകലെയുള്ള സോച്ച ഗ്രാമം വരെ വാഹന സൗകര്യമുള്ളൂ. കനത്ത മഞ്ഞുവീഴ്ചയുള്ളതിനാൽ വാഹന ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. ഇതാണ് സോച്ച ഗ്രാമം. ഇനി അങ്ങോട്ട് മഞ്ഞിലൂടെ നടക്കുകയല്ലാതെ നിവൃത്തിയില്ല. മുന്നോട്ട് പോകും തോറും റോഡിലെ മഞ്ഞിൻ്റെ കട്ടി കൂടി വന്നു. ദിവസങ്ങൾക്ക് മുൻപ് വീണ മഞ്ഞ് ഉരുകി തീർന്നിട്ടില്ല. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ മഞ്ഞിനടിയിലായിരിക്കും ഈ താഴ്വര. ജലോരി പാസിൻ്റെ മറുവശത്തുള്ള ഗ്രാമത്തിലുള്ളവരാണ് ഇത്. മഞ്ഞുകാലങ്ങളിൽ വാഹനങ്ങളില്ലാത്തതിനാൽ കിലോമീറ്ററുകൾ നടന്നു വേണം ഇവർക്ക് ജോലിക്ക് പോകാൻ. 5 കിലോമീറ്റർ കഴിഞ്ഞാൽ റോഡിൽ നിന്നും മഞ്ഞ് മാറ്റിയിട്ടുണ്ടെന്നും അവിടെ നിന്ന് ജലോരി പാസിലേക്ക് വാഹനം കിട്ടും എന്നുമാണ് അവർ പറഞ്ഞത്. വഴി ഏതാണ് കുഴി ഏതാണ് എന്നറിയാതെ കുറേ കഷ്ടപ്പെട്ടു.
സാധാരണ ഡിസംബർ അവസാനമോ ജനുവരി ആദ്യമോ ആണ് മഞ്ഞുവീഴ്ച തുടങ്ങുക. പക്ഷേ ഇത്തവണ ഫെബ്രുവരിയിലാണ് മഞ്ഞുവീഴ്ച തുടങ്ങിയത്. വളരെ കുറച്ച് ദിവസങ്ങളെ മഞ്ഞുവീഴ്ച ഉണ്ടായിരുന്നുള്ളൂ. റോഡിൽ നിന്നും മഞ്ഞ് നീക്കാൻ ഉപയോഗിക്കുന്ന വാഹനം കണ്ടതോടെ ആശ്വാസമായി. കുറച്ച് ദൂരം കൂടി നടന്നെത്തിയപ്പോഴേക്കും റോഡിൽ നിന്നും മഞ്ഞ് മാറ്റിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ജലോരി പാസിലേക്ക് ഒരു ട്രക്കിലാണ് ലിഫ്റ്റ് കിട്ടിയത്. ഒരു വാഹനത്തിന് കഷ്ടിച്ച് കടന്നു പോകാൻ മാത്രമേ കഴിയൂ. കൃഷി ചെയ്യാനായി കൊണ്ടുപോകുന്ന ആപ്പിൾ മരങ്ങളാണ് വണ്ടിയിൽ. മഞ്ഞിൽ തെന്നി അപകടമുണ്ടാവാതിരിക്കാനാണ് വാഹനങ്ങളുടെ ടയറിൽ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. കുറച്ച് ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും മറക്കാനാവാത്ത യാത്രയായിരുന്നു അത്. മഞ്ഞു പുതച്ച മലനിരകൾക്കിടയിലൂടെയുള്ള ആ യാത്ര ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ യാത്രകളിലൊന്നായിരുന്നു. (10,800 അടി ഉയരത്തിലുള്ള പ്രദേശമാണ് ജലോരി പാസ്. ഡിസംബർ മുതൽ മാർച്ച് വരെ മഞ്ഞിനടിയിലായിരിക്കും ഈ പ്രദേശം. ജലോരി പാസിലെ പ്രധാന കവലയിൽ താഴെയായി ചെറിയൊരു ക്ഷേത്രമുണ്ട്. മഞ്ഞുകാലത്ത് ക്ഷേത്രം അടച്ചിടുകയാണ് പതിവ്. 2 കിലോമീറ്റർ നീളുന്ന ചെറിയൊരു ട്രക്കിംഗ് ഉണ്ട് ഇവിടെ. മുകളിലെത്തിയാൽ 360 ഡിഗ്രിയിൽ ഹിമാലയൻ കാഴ്ചകൾ കാണാം എന്നതാണ് അവിടുത്തെ പ്രത്യേകത. കമ്പിളി കൊണ്ടുള്ള ഷോളുകളും തൊപ്പിയും എല്ലാം നെയ്യുന്ന ഒരുപാട് പേർ അവിടെയുണ്ട്. 100 രൂപ മുതലാണ് ഷോളുകളുടെ വില. ക്ഷേത്രത്തിന് പിന്നിലായി കാണുന്ന ആ മലയാണ് ഞങ്ങൾക്ക് കയറേണ്ടത്. ഒരു കാപ്പി കുടിച്ചിട്ട് ട്രെക്കിംഗ് തുടങ്ങി. ഫാരിസിന് ട്രെക്കിംഗ് ശീലമില്ലാത്തതിനാൽ ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ മലയുടെ മറുവശത്ത് മനോഹരമായൊരു തടാകമുണ്ട്. ഇവിടെ നിന്നും 5 കിലോമീറ്റർ ട്രെക്കിംഗ് നടത്തി വേണം അവിടേക്കെത്താൻ. പക്ഷേ മഞ്ഞുകാലത്ത് അവിടേക്കുള്ള യാത്ര അപകടം നിറഞ്ഞതായതിനാൽ ട്രെക്കിംഗ് നിർത്തിവെച്ചിരിക്കുകയാണ്. മലമുകളിലെത്തിയപ്പോൾ ഞങ്ങളെ കൂടാതെ 2 പേർ കൂടി ഉണ്ടായിരുന്നു. 2 പേരും ഡൽഹിയിൽ നിന്നുള്ള ഡോക്ടർമാരാണ്. പിന്നീട് അവരോടൊപ്പം അല്പനേരം അവിടെ ചെലവഴിച്ചു. അതിൽ ഒരാൾ ഫോണിൽ പകർത്തിയ ദൃശ്യം പിന്നീട് എനിക്ക് അയച്ചു തന്നതാണ് ഇത്. ഹിമാലയൻ ഗ്രാമങ്ങൾക്ക് ഓരോ സീസണിലും ഓരോ നിറമാണ്. എല്ലാ സീസണിലും ഹിമാലയൻ ഗ്രാമങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും വസന്തകാലമാണ് എനിക്കേറെ ഇഷ്ടം. അവിടെ അങ്ങനെ മഞ്ഞിൽ വെയിലേറ്റ് നീണ്ടു നിവർന്ന് കിടക്കാൻ നല്ല രസമാണ്.
മലയിറക്കം താരതമ്യേന എളുപ്പമായിരുന്നു. രണ്ടുപേരും പലതവണ തെന്നി വീണതുകൊണ്ട് കൂടുതൽ നടന്ന് കഷ്ടപ്പെടാതെ പെട്ടെന്ന് തന്നെ ഉരുണ്ട് താഴെ എത്തി. ഹിഡോ ഗ്രാമത്തിലേക്കാണ് ഇനിയുള്ള യാത്ര. അവിടെ ഫാഗലി ഉത്സവമാണ് ഇന്ന്. മഞ്ഞുകാലം കഴിഞ്ഞ് വസന്തകാലത്തിൻ്റെ ആരംഭത്തിലാണ് ഫാഗലി ഉത്സവം നടത്തുക. വീഡിയോയുടെ ദൈർഘ്യം കൂടിയതിനാൽ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഹിഡോ ഗ്രാമത്തിലെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം. ജീവിതത്തിൽ ഒരിക്കലും ട്രക്കിംഗ് നടത്തിയിട്ടില്ലാത്ത ഫാരിസിനെ ചെറിയൊരു ട്രക്കിംഗ് എന്ന് പറഞ്ഞാണ് സെർട്ടി ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയത്. 4 കിലോമീറ്റർ കുത്തനെയുള്ള ട്രക്കിംഗ് കഴിഞ്ഞപ്പോഴേക്കും ആളൊരു പരുവമായി. ഹിഡോ ഗ്രാമത്തിലെയും സെർട്ടി ഗ്രാമത്തിലെയും കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം. കാത്തിരിക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ദയവേത് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.